ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും, എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ ഒരു 4 മണി പലഹാരം, നമ്മുടെ പ്രിയപ്പെട്ട അരിയുണ്ട. ഇത് ഇത്രയും നല്ല സോഫ്റ്റായിട്ടുള്ള അരിയുണ്ട എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണതാണ്, നമ്മളിവിടെ ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മട്ടരി എടുത്തു, അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആവും. അത് നല്ല ചൂടുള്ള ഫുൾ ഫ്ലെയിമിൽ വെച്ച് ചട്ടി നല്ല ചൂടാകുമ്പോൾ അതിലിട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇത് 2 ബാച്ചായിട്ടാണ്, 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇത്ര കളറിൽ വറുത്ത് കോരി, കരിയാൻ പാടില്ല. പിന്നെ ആ ചൂടുള്ള ചട്ടിയിലേക്ക് തന്നെ തീ കുറച്ച് വെച്ചിട്ട് ഒരു പിടി നട്ട്സ്, എന്ത് നട്ട്സ് വേണമെങ്കിലും ഇടാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള എന്ത് നട്ട്സ് വേണമെങ്കിലും, കപ്പലണ്ടി മാത്രമുള്ളെങ്കിൽ അത് മാത്രമേ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ നട്ട്സും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ന്യൂട്രീഷ്യസ് ആവില്ലേ നമ്മുടെ അരിയുണ്ട. അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാവും. അങ്ങനെ നമ്മുടെ കപ്പലണ്ടിയും കശുവണ്ടിയും പിന്നെ അരിയും കൂടെ വറുത്ത് മാറ്റി വെച്ചു. ഇനി അത് തണുത്ത് കഴിയുമ്പോൾ നമ്മളത് പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഡേറ്റ്സ് വേണം. അത് കഴുകിയിട്ട് കുരു കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുക ചെറിയ പീസാക്കി. ഇനി നമ്മളിത് ഒരു മിക്സിയുടെ ഉണങ്ങിയ ജാറിൽ കേട്ടോ, വെള്ളമൊന്നും ഇല്ലാത്ത ജാറിൽ, കാരണം നമുക്ക് എടുത്ത് വെക്കേണ്ടതല്ലേ, ഉണങ്ങിയ ജാറിൽ പൊടിച്ചെടുക്കുക. മാക്സിമം എത്ര പൊടിക്കാൻ പറ്റുമോ അതുപോലെ പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചത് മാറ്റി വയ്ക്കുക. നമുക്ക് നാളികേരം വേണം. 2 കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്. നാളികേരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. കൂടുതലാകുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്വാദം ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഈ നാളികേരവും പിന്നെ നമ്മൾ അത് അരിഞ്ഞു വെച്ചിട്ടുള്ള ഡേറ്റ്സിൽ അതും കൂടെ മിക്സിയുടെ ജാറിൽ, വെള്ളമൊന്നും ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കാം. ഇങ്ങനെ ചതഞ്ഞ പോലെ കിട്ടും നന്നായിട്ട്. വെള്ളം ഒഴിക്കരുത് കേട്ടോ, ഒട്ടും വെള്ളം പാടില്ല. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ശർക്കര വേണം. ശർക്കര വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ അരിഞ്ഞ് ചീകി ചേർക്കാം, അല്ലെങ്കിൽ ശർക്കരയുടെ പൗഡർ ചേർക്കാം. പക്ഷേ ഇതുപോലെ ചെയ്താൽ കൂടുതൽ സ്വാദുണ്ട് കേട്ടോ. നമ്മൾ ഒരു 2 വലിയ അച്ച് ശർക്കര എടുത്തു, മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക. അത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കി. 1/2 കപ്പ് വെള്ളം അത്ര വേണം കേട്ടോ ഇതിലേക്ക്. വെള്ളം കുറയാൻ പാടില്ല, മധുരം കുറഞ്ഞാലും വെള്ളം 1/2 കപ്പ് തന്നെ വേണം. പിന്നെ അതിലേക്ക് ഏലക്കായയുടെ പൊടി, പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത്, പിന്നെ 1 ടീസ്പൂൺ എള്ളും ചേർക്കണം കേട്ടോ. എള്ള്, കറുത്ത എള്ള വെളുത്ത എള്ള ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ സിമ്മിലിട്ടിട്ട് നമ്മൾ പൊടിച്ച് വെച്ചതൊക്കെ അതിലേക്ക് കൊടുക്കുക. സിമ്മിലിട്ടിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിന് പതുക്കനെ വെള്ളം ഇതിലൊക്കെ പിടിക്കണം. അങ്ങനെ സാവധാനം ഇളക്കി എല്ലാം മിക്സ് ആക്കുക. ഒരു പൊടി പോലും നനയാണ്ട് കിടക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് പാകം. ഇതുപോലെ ആയിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. ഇനി തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന അത്ര ചൂടുള്ള സമയത്ത് നമ്മളിത് എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കുക. ഇത്രയ്ക്കുള്ളൂ പണി. അരിയുണ്ടാന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു രസമല്ല, എല്ലാവർക്കും ഇഷ്ടമല്ല അരിയുണ്ട. അപ്പോൾ അതിൽ നിന്നിട്ട് ചെറിയ ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടകളാക്കണുണ്ട്, അതാണ് നല്ലത്. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര ഇതുണ്ടാവില്ല, ഇങ്ങനെ ഉണ്ട പിടിക്കുമ്പോൾ കുറച്ച് പാടാവും. അപ്പോൾ ചെറിയ ചൂടോട് നമ്മൾ കൈകളിൽ എടുക്കാൻ പറ്റുന്ന ചൂടാവുമ്പോൾ തന്നെ ആക്കണം. രണ്ട് കൈയിലിടാണ്ട് ഒരു കൈ കൊണ്ട് ഇതുപോലെ വേണമെങ്കിൽ ആക്കാം. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരാഴ്ചയൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ബൈ.